And wonderful performances from Ketaki ma'am and Lata ma'am. Good to see their performances also. I'm so happy to sing for them as well. And Manoj Angalina, thank you. Manoj Angal, who's the producer of the film, I'm really happy to him also for giving me this opportunity. And in front of legends like Rafi sir and McCartin sir and Martha Jos Thomas sir and many other legends, I am really honored to have taken this opportunity. പിന്നെ എൻ്റെ ഗ്രാൻഡ് എൻ്റെ മുത്തച്ഛനുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്, പിന്നെ വലിയമ്മ വന്നിട്ടുണ്ട്, എൻ്റെ അങ്കിൾ വന്നിട്ടുണ്ട് വിനീത് ചിത്രപ്പൻ. ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം ഐ എം ബീങ് ഏബിൾ ടു say all these things and get inspired. So I would just like to do only one thing, that is sing 4 lines of the song which I sang with Chitra Jeji. പനിനീർ നിലാവേ മധുവിരു പൂക്കുന്നരാവേ കണ്ണാടിയാരേ തെന്നൽ പിറാവേ കഥകളിയാടുന്ന പൂവേ മൗനങ്ങൾ പോലും താളങ്ങൾ തേടി നീയും ഞാനും ഒരു സ്നേഹാദ്ര സംഗീതമായി തൂവൽ കിനാവേ പനിനീർ നിലാവേ മധുവിതു പൂക്കുന്ന രാവേ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് ചെയ്യാനുള്ളത് ലിറിസിസ്റ്റ്, ലെജൻഡറി ലിറിസിസ്റ്റ് കൈതപ്പുറം സർ, who wrote the lyrics for the film. അതിലും I'm really inspired to have met him also and taken his blessings as well, and I'm so happy that I'm part of this kind of a wonderful venture. There is a long way to go still. For every singer it's about improving and doing better, so looking forward for more exciting ventures. Thank you. ഇത്രയും നല്ലൊരു വേദി, ഇത്രയും സംഗീതത്തിന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തീമും സംഗീതവും എല്ലാം ഒത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഫിലിമാണ് പ്യാർ എന്നുള്ളത്. മനു ഗോവിന്ദേട്ടൻ്റെ ഇത്രയും നല്ലൊരു ഓഫർ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നത് എൻ്റെ പ്രിയ സുഹൃത്തും സംഗീത സംവിധായകനുമായിട്ടുള്ള റിനിൽ ഗൗതം, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ഡയറക്ടർ മനു ഗോവിന്ദേട്ടൻ, എല്ലാവർക്കും ബാക്കി മഹാപ്രതിഭകൾക്കും എല്ലാവരും പേര് എനിക്ക് ഓർമ്മയില്ല, മഹാപ്രതിഭകൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കാട്ടുപൂവ് എന്ന ആ ഒരു കവിതയിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത്. ശ്രീ റിനിൽ ഗൗഡാണ് അതിൻ്റെ മ്യൂസിക് ചെയ്ത്, വിനോദ് പൂവക്കോട് ആണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി 2 വരി ഞാനത് പാടാം. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം, മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പു മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ. പൂജക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ കൊഴിയുന്ന ഇതളുള്ള പൂജക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. താങ്ക് യു. മധുസൂദന കാർമുകിൽ വർണ്ണ നിന്നെ കാണുവാൻ ഞാൻ ഇന്നലയുന്നു. മായതൻ മധുസൂദന കാർമുകിൽ വർണ്ണ നിന്നെ കാണുവാൻ ഞാൻ ഇന്നലയുന്നു. വേണുവിൻ നാദം കേൾക്കേ മാനസം തന്നിൽ മേവും
കമനീയ രൂപം കാണുന്നു ഞാൻ, കമനീയ രൂപം കാണുന്നു. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നാഥ. Thank you. എനിക്ക് പാട്ടുകളെല്ലാം കേട്ടു. ഗംഭീരം, ഒരു തർക്കവുമില്ല. ഗംഭീര പാട്ടുകൾ. ഈ വരികൾ, അർത്ഥമില്ലാത്ത വരികൾ എങ്ങനെയൊക്കെയോ വാരിക്കൂട്ടി എഴുതുന്ന ഒരു സംവിധാനമല്ല ഇവിടെ കണ്ടത്. നല്ല ഗംഭീര സാഹിത്യ ഭംഗിയുള്ള എല്ലാ പാട്ടുകൾക്കും നല്ല സാഹിത്യ ഭംഗിയുണ്ട്. ദിവസം എല്ലാം ഞാനത് പറയായിരുന്നു. മാത്രമല്ല, സംഗീതത്തിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്രതീക്ഷിച്ചത് ഒരു ഓർക്കസ്ട്രയുടെ അതിപ്രസരത്തിൽ കയറി വെറുതെ ഹൈപ്പിച്ചിൽ പോയിട്ട് താഴേക്ക് വരുന്ന ഒരു സംഗീത രീതിയുണ്ട് ഇപ്പോൾ. അതല്ല, വളരെ മനോഹരമായ സംഗീതത്തിന്റെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തതിൽ ഞാൻ ഇതിൽ അഭിനന്ദിക്കുന്നു. ഏറ്റവും ഗംഭീരമായിട്ടുണ്ട്. നല്ല ഓർക്കസ്ട്രേഷൻ. നമുക്കൊരു അനീസിനെസ് തോന്നിയില്ല അല്ലേ? ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് ഇനി എനിക്കൊരു സംശയമുള്ളത് ഡയറക്ടറാണ്. വൈ നോട്ട് എന്ന ചിത്രത്തിൽ, അതായത് ഇംഗ്ലീഷ് വേർഷനിൽ ഈ മലയാള പാട്ടുകൾ ഉണ്ടാകുമോ? അതെങ്ങനെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? വൈനോട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ മലയാളം പാട്ടുകൾ ഉണ്ടാവില്ല. ഒരു പാട്ട് മാത്രമാണ് വൈനോട്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ ഉണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ക്യാരക്ടർ കേരളത്തിൽ നിന്നും വന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അവരുടെ ഒരു പാട്ട് മാത്രമാണ് നമ്മൾ വൈനോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഹിന്ദിയാണ് കൊടുത്തിട്ടുള്ളത്. ഹിന്ദി ഉണ്ടാവും, കാരണം അതിന് പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. കാരണം അതിലത്തെ ആ ക്യാരക്ടർ ലീന, അവര് ദുബായില് ഒരു ഡാൻസ് ബാറിലെ ഒരു ഡാൻസറാണ്. അപ്പൊ നമുക്കറിയാം, ഈ ദുബായിലൊക്കെ ഡാൻസ് ബാറുകളിൽ ഹിന്ദി, ചിലപ്പോ ഈവൺ തമിഴ് പോലും പാടുന്ന ഡാൻസ് ബാറുകൾ. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഡാൻസ് ബാറിന്റെ ആ ഒരു ഞാനിവിടെ കോർപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിന്ന് നോക്കുമോ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആ വൈനോട്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് മൂവിനെ നമ്മൾ മലയാളത്തിൽ പ്യാറിലേക്ക് വരുമ്പോൾ അത് ബ്ലൻഡ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. വളരെയധികം ബ്ലൻഡ് ചെയ്ത് കൃഷ്ണനും രാധയും ആയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ ഇപ്പോഴും പ്രണയം എന്ന് പറയുമ്പോൾ വല്ലഹാരൻ സാറിന്റെയും ഭാരതൻ സാറിന്റെയും അങ്ങനെയൊക്കെയാണ് എന്റെ മനസ്സിൽ കയറി വരുന്ന പ്രണയത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ രാധ, കൃഷ്ണ, ശിവ ആ സങ്കല്പങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ മ്യൂസിക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് വേണ്ടത് അത്തരം ഒരു സാധനമാണ്. അതായത് അതേ സമയം തന്നെ പുതിയ അതാണ് ഇതിന്റെ കേറിയത്. പക്ഷെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ KSEB ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പോയിട്ട് ലോൺ എടുക്കണം. കാരണം നമ്മളൊന്നും കൈക്കൂലി വാങ്ങുന്ന ആളുകളൊന്നും ആയിരുന്നില്ല KSEB വർക്ക് ചെയ്യുമ്പോൾ. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ചതും ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രേരിപ്പിച്ചതും എന്റെ പ്രിയപ്പെട്ട ദുബായിയാണ്. അത് മാത്രമല്ല, ദുബായിയുടെ ഭരണാധികാരികളോടുള്ള ഒരു സമർപ്പണം കൂടിയാണ് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു ദുബായ് സോങ്. ജസ്റ്റ് ഒരു ടൈപ്പ് സോങ്, കാരണം ഇത് ഒരു ദുബായ് ബേസ്ഡ് സ്റ്റോറി ആയതുകൊണ്ട് ഞാനൊരു ടൈപ്പ് സോങ് ആയിട്ട് പറ്റിയത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അവർക്ക് വേണ്ടിയുള്ള സമർപ്പണമാണ്. കാരണം അവരൊരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മീൻസ് നോക്കിക്കാണുന്ന ഭരണാധികാരികളാണ്. നമ്മുടെ ഇവിടെ നമ്മള് എന്താ പറയാ, ദേവസ്വത്തിനൊക്കെയാണ് മന്ത്രിയുള്ളത്. ദുബായ് എന്ന് പറഞ്ഞാൽ AI ക്കാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണ് ഇവിടെ നമ്മളിപ്പോ
ദേവസ്വം മന്ത്രി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മള്. അതാണ് ദുബായി നമ്മുടെ ഇവിടുത്തെ വ്യത്യാസം. അപ്പൊ അങ്ങനെ എന്നെ ഞാനാക്കിയ, എന്നെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ദുബായിക്ക് എന്റെ പ്രിയ നാടിന് ആദരം അർപ്പിച്ചുകൊണ്ട് ഞാൻ ദുബായിനെ കുറിച്ച് ഇക്കാലത്തും ഒരു ട്രിബ്യൂട്ട് ആക്കാവുന്ന ഒരു സോങ്ങാണ്. ഇത് റിലീസായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ദുബായ് ജനത മുഴുവൻ ഏറ്റെടുക്കാൻ ഇടയുള്ള മനോഹരമായിട്ടാണ്. അദ്ദേഹം എഡിറ്ററാണ്. അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം കളറിംഗ് എല്ലാം ഇതിൻ്റെയൊക്കെ മനോഹരമായിട്ട് ചെയ്ത് ഒരാളും കൂടിയുണ്ട്. അത് ഇതിന്റെ ഇത്രയും മനോഹരമായിട്ട് ഈ രംഗങ്ങൾ ഒപ്പിയെടുത്തിട്ടുള്ള സുമേഷ് ശാസ്ത്ര എന്ന ഛായാഗ്രഹകനാണ്. ഇതില് വേറൊരു ഇതിന്റെ പ്രത്യേകത എന്ന് പറയാവുന്നത് ഈ സിനിമ നമ്മള് ഇംഗ്ലീഷും മലയാളവും ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വെറും 9 ദിവസം കൊണ്ടാണ് ഈ സിനിമ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. വെറും 9 ദിവസം കൊണ്ട്. അത് മാത്രമല്ല, ഈ സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് വെറും 9 ക്രൂ വെച്ചിട്ടാണ്. 9 ക്രൂ മാത്രമേ ഉണ്ടായിരുന്നു. ക്യാമറാമാൻ, അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ്, പിന്നെ ലൈറ്റ് യൂണിറ്റിൽ ആകെ കൂടി ഉണ്ടായിരുന്നത് 2 പേരാണ്. പിന്നെ ഇതിന്റെ വസ്ത്രാലങ്കാരം ഇതെല്ലാം ചെയ്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് ആർട്ട് ചെയ്യും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് അതേസമയം ഒട്ടും മോശമല്ലാത്ത ഏറ്റവും നല്ല ക്യാമറയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെ, ഏറ്റവും നല്ല ക്യാമറ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. 2 ഭാഷകളിൽ എടുക്കാനായിട്ട് സാധിച്ചു. 10 ദിവസം കൊണ്ട് എടുത്തിട്ടുള്ള സിനിമയാണ്. പക്ഷെ ആകെ കൂടി 9 പേര് മാത്രമാണ് ഈ ക്രൂവിലുണ്ടായിരുന്നത്. ശബ്ദം അടങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ ഡോക്ടർ മനോജ് ഗോവിന്ദനോടുള്ള സ്നേഹത്തിന്റെ പേര് മാത്രം ഓടിയെത്തിയതാണ്. ഇന്ന് ഇടുക്കിയിലായിരുന്നു. ഇടുക്കിയിൽ വലിയൊരു ഹിൽ ഹൈവേ റൺ കിഫ്ബി സംഘടിപ്പിച്ച അതിന്റെ മുഖ്യ സംഘാടകനായിരുന്നു ഞാൻ. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് ഏകദേശം 12 മണി വരെ അതിന്റെ കമന്റേറ്റർ ആയിരുന്നു. ശബ്ദമൊക്കെ അടഞ്ഞുപോയി. എങ്കിലും ഡോക്ടർ മനോജ് ഗോവിന്ദന്റെ ക്ഷമ സ്വീകരിച്ച് വരാതിരിക്കാനാവില്ല. ഇത്രയും കിലോമീറ്റർ താണ്ടി വന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് നിങ്ങളോടാണ്. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതിലേക്ക് കൂടി എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സഹായിച്ചതിൽ താങ്ക് യു സോ മച്ച്. പിന്നെ മനോജ് സാറിനോടും വളരെയധികം നന്ദി പറയാൻ എൻ്റെ പ്രൊഡ്യൂസർ. കുറേ വർഷങ്ങൾക്ക് മുന്നേ റെഗുലേറ്റർ ഒരു ആഡിൻ്റെ ചെറിയൊരു ഫീസ് പാടാൻ വേണ്ടി വിളിച്ചിരുന്നു. KPL ശുദ്ധി വിളിച്ചിരുന്നത് പരസ്യമായിരുന്നു. അന്ന് ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് എങ്ങനെ പാടണം എന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ 2 വരിയാണ് പാടാനുള്ളതാണ്. പക്ഷെ ഞാൻ എങ്ങനെ തലവത്തി പറഞ്ഞിട്ടും വെള്ളേട്ടിന് ആ ഫീല് കിട്ടില്ല. അതായത് വെളിച്ചെണ്ണയ്ക്കൊരു ഫീല് വരാനുണ്ട്. വെളിച്ചെണ്ണ പറയണതിനൊരു ഫീൽ. അപ്പം ഞാനാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് എന്ത് ഫീലാണ് ഞാൻ കൊടുക്കുക. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് കുറേ വർക്കുകൾക്ക് വെള്ളേട്ടിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിനൊന്നും പാടുമ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കേൾക്കേണ്ടി വന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എന്നെ വളർത്തിയതിലൊക്കെ ഒരു പങ്കുള്ള മനുഷ്യനാണ് നിൽക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇത് പാടാൻ പറഞ്ഞത് അപ്രതീക്ഷിത എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഹിമഗംഗ ചൂടിയ തിങ്കൾ കലാധര പാതിര പാർവണ മഞ്ജൽ ഓമയുടെ ധരനായി പാതി നിറഞ്ഞൂടി. ഹിമഗംഗ ചൂടിയ
ശ്രാവണ മഞ്ചൽ ഉമയുടെ ഹരനായി പാടി നിറഞ്ഞു